എങ്ങനെ ഈ ഡാൻസിങ്ങോട് ഇത്ര ഇത് തോന്നിയത്? 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഭരതനാട്യം പഠിച്ചത്. അതാണ് പഠിച്ചിട്ട്, അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഞാൻ. ശരിക്കും അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതും 1 കൊല്ലം പഠിച്ചു. അമൃതം ഗോപിനാഥ് എന്ന് പറയുന്ന ടീച്ചറായിരുന്നു എന്നെ പഠിപ്പിച്ചത്. അപ്പം അന്ന് പഠിച്ച് അരങ്ങേറ്റവും നടത്തി. എവിടെ? ആലപ്പുഴ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരങ്ങേറ്റവും നടത്തി. അതോടെ ഞാൻ നിർത്തി. കാരണം ആ സമയത്ത് ഈ സിനിമകളൊക്കെ കണ്ട് ആക്ഷൻ സീൻസ് ഒക്കെ കണ്ട് ഞാൻ ഈ ഭരതനാട്യം എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങൾക്കുള്ള സാധനമാണ്. പിന്നെ കരാട്ടയൊക്കെ ഞാൻ പഠിക്കാൻ പോയി. കമൽഹാസൻ പഠിച്ചിട്ടുണ്ടോ ഭരതനാട്യം? അതെ, അത് സമ്മതിച്ചു. അതിൻ്റെ കരാട്ടയൊക്കെ ഞാൻ പഠിക്കാൻ പോയി. അവിടെ മാസ്റ്ററിൻ്റെ തൊഴിയും ചവിട്ടൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ അത് നിർത്തി. വൈറ്റ് ബെൽറ്റ് തുടക്കം അതാണ്. അപ്പോൾ വൈറ്റ് ബെൽറ്റ്, അറ്റ്ലീസ്റ്റ് വൈറ്റ് ബെൽറ്റെങ്കിലും ഉണ്ട്. അതോടെ ആ പരിപാടി നിർത്തി. ഡാൻസും ഈ പറഞ്ഞ പോലെ നിർത്തി. പക്ഷെ അന്ന് പഠിച്ച ആ ഡാൻസിൻ്റെ ഗുണം പിന്നീട് എത്ര കാലം പഠിച്ചു വന്നു? 1 കൊല്ലം പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഗുണം, അതിൻ്റെ ഒരു ടൈമിങ്, ഒരു ഗ്രേസ്, നമുക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതൊക്കെ ശരിക്കും അന്ന് പഠിച്ചതിൻ്റെ ഒരു ഗുണമാണ്. കൊറിയോഗ്രാഫറിൻ്റെ ഗുണം ശരിക്കും എൻ്റെ സിനിമകളിലെ ഡാൻസ് രംഗങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ടിങ് ആൻഡ് ഡാൻസിങ് ടുഗെദർ അത് ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ നോട്ട് എ ഗുഡ് ആക്ടർ. ഞാനൊരു ഭയങ്കര നല്ലൊരു സംഭവമല്ല എന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. എനിക്ക് ചമ്മലില്ലാതെ എൻ്റെ അഭിനയം കാണാൻ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം സിനിമകളേ ഉള്ളൂ. പെട്ടെന്ന് പറയാനാണെങ്കിൽ കസ്തൂരിമാൻ. പക്ഷെ അതൊക്കെ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ അത് എഴുതിയ സ്ക്രിപ്റ്റിന്റെ അതിന്റെ ഒരു പവറാണ്. അപ്പൊ ശരിക്കും അതാണ് ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത്. നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും അത് നല്ലപോലെ ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു സംവിധായകനും ഉണ്ടെങ്കിൽ ആർക്കും നല്ല ഒരു നടനാകാമെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ പറയരുത്. മാത്രമല്ല എനിക്ക് വേണേ ചാക്കോച്ചനുണ്ടായിരുന്ന പോലെ ഒരു ഫീമെയിൽ ഫാൻ ഫോളോയിങ്. ഇത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. കാരണം വെച്ചെങ്കിൽ ഒരുപാട് പേര് ഈ ചോരയിലൊക്കെ കത്തെഴുതാറില്ലേ? ചിലരങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം അടുത്ത കത്തിൽ പറയും അത് ചോരയെ കൊന്ന, കൊതുകിനെ കൊന്ന അതിന്റെ ചോരയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എഴുതാറുണ്ട്, പറ്റിക്കാറുണ്ട് ആൾക്കാർ. പക്ഷെ ഒരുപാട് പെൺകുട്ടികളുടെ ഹീറോ ആയിരുന്നു താങ്കൾ. കല്യാണം കഴിച്ചപ്പോൾ എത്ര പെൺകുട്ടികളുടെ ഹൃദയം ഇങ്ങനെ ബെഡ് ഇതായി പോയോ? ഞാൻ അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ ആ പെണ്ണിന്റെ ഹൃദയം ഇങ്ങനെ വെട്ടി വിള്ളല് വേണമെന്നാണ് ഞാൻ അറിഞ്ഞത്. സിനിമയിലേക്ക് വന്നു, ഇടയിൽ ഒരു ചെറിയ സമയം താങ്കൾ സിനിമയായിട്ട് ബന്ധമുണ്ടെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഹീറോ ആയിട്ട് മാറി. റിയൽ ലൈഫ് ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഹീറോ ആയിട്ട് മാറാനുള്ളൊരു എങ്ങനെയായിരുന്നു ട്രാൻസിഷൻ? അത് ശരിക്കും എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ഇതെല്ലാം കോമഡിയാണ്. കാരണം ഞാൻ 10th കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ഞാൻ എടുത്തത് 2nd ഗ്രൂപ്പാണ്, ഡോക്ടർ. എൻട്രൻസ് കുത്തി, എനിക്കിട്ട് നല്ല കുത്ത് കിട്ടി, അത് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ BCom എടുത്തു. ഒരു ബന്ധമില്ലാത്ത 2 മേഖലകളാണ്. പക്ഷെ അവിടെ നന്നായിട്ട് പഠിച്ചു. ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബന്ധമില്ലാത്ത വേറൊരു മേഖലയായ സിനിമയിലേക്ക് വരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ കൂടുതലായ വലിയൊരു ഡിസ്റ്റിങ്ഷൻ കിട്ടി. പിന്നീട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയായിട്ടും ഒരു ബന്ധമില്ലാത്ത റിയൽ എസ്റ്റേറ്റിലേക്ക് വീഴുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാഞ്ഞിട്ട് കൂടി വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത് പോകുന്നതല്ല. പിന്നെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് വിചാരിക്കാത്ത ഒരു നല്ല രീതിയിലാണ് സംഭവിക്കുന്നത്. ഇപ്പം അത്യാവശ്യം ഒരു ആധാരം കണ്ടാൽ നോക്കി എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വായിച്ച് ഒരു ലീഗൽ ഒപ്പീനിയൻ, ഒരു മിനി ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാൻ വരെ എനിക്ക് പറ്റും. പണ്ട് ശരിക്കും പറഞ്ഞാൽ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ്, ഇത് 3ഉം ഒന്നാണെന്നാണ് ഞാൻ വിചാരിച്ചത്. 2 അനിത്യമാരല്ലേ അവര്? വലിയേട്ടൻ ചമയാറുണ്ടോ? വലിയേട്ടൻ ചമഞ്ഞാൽ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടുന്ന പോലെയാണ്. എന്നെ വിളിക്കുന്നവരെ എടാ ചേട്ടാന്ന് വിളിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഞങ്ങൾ 2 അനിയത്തിമാരെന്ന് പറയുമ്പം തൊട്ട് ഇളയാളെന്ന് പറയുന്നത് ഞാനും തമ്മിൽ 1 വയസ്സ് വ്യത്യാസമുള്ളൂ. പക്ഷേ ഏറ്റവും ഇളയാൾ നമ്മളൊരു 8-9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ശരിക്കും ഞാനും തൊട്ട് ഇളയ അനുമോളും തമ്മിലാണ് ഭയങ്കര കമ്പനി ആയിരുന്ന. ആ കാലത്ത് കോളേജ് ഗോയിങ് സമയത്തൊക്കെ ഒരു റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലേക്ക് പോകുന്ന ഒരു കൈനറ്റിക് ഹോണ്ടയിലായിരുന്നു പണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട് പുറകിൽ. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പം ഇറങ്ങും, വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട്, കണ്ട് ചിരിച്ച് കണ്ണും ഉടക്കി പുഞ്ചിരിയൊക്കെ സമ്മാനിച്ച് പോകും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം വേറൊരു പെൺകുട്ടി സെയിം റൂട്ടിൽ വരുന്നുണ്ട്. അതിനെ നോക്കി ചിരിച്ച് ഹാപ്പിയാക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ 2 പേരും കൂടെ അറ്റ് എ ടൈം ഒരുമിച്ച് 2 പേരും കൂടെ നടന്നു വരുന്നത്. അപ്പോൾ ആരെ നോക്കി ചിരിക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനെ. എന്നാൽ 2 ചേച്ചിമാർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ചേച്ചിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്തിനാണ് ഇവള് അവനെ നോക്കി ചിരിക്കുന്നത്?
അതോടെ അത് നിർത്തി. അതോടെ ആ റൂട്ടും മാറ്റി, സംഭവം മാറ്റി. പിന്നെ അങ്ങനെ ക്രഷ് എന്ന് പറയുന്നത് കോളേജ് തലത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പ്രേമിക്കാനായിട്ടും. അവരുടെ പ്രേമം വീട്ടിൽ വരെ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ചെറിയ കുട്ടിയായിട്ട് നടന്നിട്ട് പിന്നെ ഈ ഹസ്ബൻഡിലേക്കൊരു ഇതുണ്ടല്ലോ, അങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. കാരണം ഐ ആം വാട്ട് ഐ ആം. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന ആളാണ്, ഇതിൽ നിന്ന് മാറി എനിക്ക് വേറൊരാളാവാനായിട്ട് പറ്റത്തില്ല. നിൻ്റെ ഭർത്താവായതുകൊണ്ട് അല്ലെങ്കിൽ നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഭയങ്കര ഡീസൻ്റ് ആവുക, ഭയങ്കര ഗൗരവക്കാരനാവുക, അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരി അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ സൗകര്യമായി. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ എനിക്ക് ബെഡ് കോഫി ആയിട്ട് വരണം, അല്ലെങ്കിൽ കുളിച്ച് ഈർന്നണിഞ്ഞ് തലമുടിയൊക്കെ കഴുകി മുല്ലപ്പൂ, പഴയ ക്ലീശ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. പുള്ളിക്കാരി പറഞ്ഞു പക്ഷേ പുള്ളിക്കാരിക്ക് താല്പര്യമുണ്ട്, രാവിലെ ഒരു ബെഡ് കോഫി പുള്ളിക്കാരിക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷേ തുടക്കത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്ന് മാറി താമസിക്കുമ്പോൾ ഒരു ചായ പോലും മര്യാദയ്ക്ക് പ്രിയയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ നൗ ഷീ ഈസ് എ വെരി ഗുഡ് എക്സ്പെർട്ട് കുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോളിപോപ്പിൻ്റെ സമയത്തൊക്കെ ഭയങ്കര പൃഥ്വിനെ പൊളിക്കാനായിട്ട്, 6 പാക്ക് പൊളിച്ചെടുക്കാനായിട്ട് നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് പൃഥ്വി ചോദിക്കും ചേച്ചി എവിടെ കേക്ക്, എവിടെ മറ്റേ ഫുഡ് എപ്പോൾ തരും എന്നൊക്കെ അവൻ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, പ്രിയയെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ 2009 എങ്ങനെയാണ് കാണുന്നത്? 2009 ദൈവം സഹായിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് അതേപോലെ സംഭവിക്കണം, അതിനേക്കാളും മനോഹരമായിട്ട് സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ ചേച്ചിയോട് പറഞ്ഞ പോലെ ഒരു ഉദയാട ബാനറിലൊരു നല്ലൊരു ചിത്രം അത് മലയാള സിനിമയ്ക്ക് നൽകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അത് അതേപോലെ തന്നെ പഴയ ആൾക്കാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ചിരിച്ച് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഒപ്പം it was very nice meeting you, talking to you and having a wonderful interview. Thank you.